തഞ്ചൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ചതിൽ സീനിയർ അഭിഭാഷകൻ ബെയിലിൻദാസിനെതിരെ നടപടിയെടുത്തു. ബെയിലിൻദാസിനെ ബാർ അസോസിയേഷനിൽ നിന്ന് പുറത്താക്കി. നടന്ന സംഭവങ്ങളെക്കുറിച്ച് ബെയിലിൻദാസ് ബാർ കൌൺസിലിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, ബാർ അസോസിയേഷൻ നടപടിയെടുത്തിരിക്കുന്നു. യെസ്, അവിടെ നിന്നുള്ള പ്രതികരണം വരുന്നുണ്ട്. ആദ്യം അതിലേക്ക്. പോലീസിനകത്തേക്ക് കയറാനായിട്ട് അഭിഭാഷകർ സമ്മതിച്ചില്ല എന്നുള്ളൊരു ആരോപണം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. അതിനടിസ്ഥാനമുള്ളതാണോ? അത് ആരോപണമാണല്ലോ. ആരോപണം അതിനടിസ്ഥാനമുള്ളതല്ല. അല്ല. അടിയന്തര യോഗം ചേർന്ന് അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ബാർ അസോസിയേഷൻ എന്ന നിലയിൽ ആവശ്യമായ അന്വേഷണം നടത്തും. ഇതിൽ ഇരയായിട്ടുള്ള വനിതാ ജൂനിയർ അഭിഭാഷകയോടൊപ്പമാണ് തിരുവനന്തപുരത്തെ മുഴുവൻ അഭിഭാഷകരും എന്നുള്ള വിവരം അറിയിക്കുകയാണ്. അതിവിടെ പുരോഗമിക്കുന്നുണ്ട്. പോലീസ് ആ കാര്യങ്ങളും മൊഴിയും കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ സംഭവം നടന്നപ്പോൾ പോലീസ് അവിടെ വന്നപ്പോഴത്തേക്കും പോലീസിനകത്തേക്ക് കയറാനായിട്ട് അഭിഭാഷകർ സമ്മതിച്ചില്ല എന്നുള്ളൊരു ആരോപണം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. അതിനടിസ്ഥാനമുള്ളതാണോ? അത് ആരോപണമാണല്ലോ. ആരോപണം അതിനടിസ്ഥാനമുള്ളതല്ല. അല്ല. ഇത് നേരത്തെയും ഈ പെൺകുട്ടി ഞങ്ങൾ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികൾ എല്ലാവരും തന്നെ ആ നേരം മുതൽ ഇവിടെ ആശുപത്രിയിലുണ്ട്. അവരുടെ ആ കുട്ടിയുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ട്. അവരോടൊപ്പം ഈ കുട്ടിക്ക് ആവശ്യമായ ചികിത്സയാണ് ആദ്യം വേണ്ടത്. ആ കാര്യങ്ങളിൽ ഞങ്ങൾ കാര്യമായ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ CT സ്കാൻ റിപ്പോർട്ടെല്ലാം വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തുടർന്നുള്ള നിയമ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതിപ്പോൾ നേരത്തെയും ഈ പെൺകുട്ടിക്ക് സമാനമായ രീതിയിലുള്ള അനുഭവം നേരിട്ട് വന്നിരുന്നു പറഞ്ഞിരുന്നു. പ്രഗ്നന്റ് സമയത്ത് പോലും ഈ അഭിഭാഷകൻ മർദ്ദിച്ചിട്ടുണ്ട്. എന്നിട്ട് വിളിച്ച് പിന്നീട് ക്ഷമ പറയുക, ഇതൊരു നിരന്തരം ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്. ഇത് ബാർ അസോസിയേഷൻ നേരത്തെ അറിയില്ലായിരുന്നു. ബാർ അസോസിയേഷന് മുമ്പ് ഈ വിഷയം ഇപ്പോൾ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പറഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതിനെ സംബന്ധിച്ച് അവിടെ അന്വേഷണം ഉണ്ടാവും. ആ കുട്ടി പറയുകയാണ്. എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക ഈ സസ്പെൻഷൻ അപ്പുറത്തേക്ക്? അന്വേഷണത്തിന്റെ ഭാഗമായി ബാർ അസോസിയേഷൻ എടുക്കാൻ കഴിയുന്ന പരമാവധി നടപടി ഉണ്ടാവും. അത് പുരോഗമിക്കുകയാണല്ലോ. അതിലൊക്കെ ഒരു സംശയം വേണ്ടല്ലോ. ഇത്ര വേഗത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യം എത്തിയത് തന്നെ അതിന്റെ സ്പീഡ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. ചിത്രം കാണുമ്പോൾ തന്നെ വളരെ വിഷമമുണ്ടാക്കുന്നു. കാരണം മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ അതിനൊരു അഭിഭാഷകൻ പെരുമാറുന്നത് അതിലൊന്നും ഒരു തർക്കവുമില്ല. അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവവും. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾ വനിതാ ജൂനിയർ അഭിഭാഷകയോടൊപ്പമാണ് ഈ വിഷയത്തിൽ എന്നുള്ളത് നമ്മുടെ ബാർ അസോസിയേഷൻ്റെ തീരുമാനം ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. നിയമം കൊണ്ട് എല്ലാ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. പക്ഷേ നിയമ സംവിധാനം ഉള്ള നാട്ടിൽ, ഒരു തൊഴിൽ സംവിധാനമുള്ള വകുപ്പിൽ, വനിതാ കമ്മീഷൻ ഒക്കെ ഉള്ള നാട്ടിലാണ് ഒരു വനിതയ്ക്ക് ഈ രീതിയിലൊരു അതിക്രമം നേരിടേണ്ടി വന്നത്. അപ്പോൾ അതിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് ഒരു പ്രാഥമികമായിട്ട് നിങ്ങൾ ആലോചിച്ചിരിക്കുന്നത്? ഞങ്ങൾക്കുള്ള അധികാര പരിധിക്കകത്ത് നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പൂർണ്ണമായും അന്വേഷിക്കുകയും അതിനാവശ്യമായ കാര്യങ്ങൾ ഉണ്ടാവും. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അധികാര പരിധിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യും. വനിതാ കമ്മീഷൻ അടക്കമുള്ള വിഷയങ്ങളെല്ലാം സ്വതന്ത്രമായിട്ടുള്ളതാണ്. അതെല്ലാം ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അതെല്ലാം അവരുടെ കാര്യങ്ങൾ. അതിനകത്തെക്കുറിച്ച് അഭിപ്രായം ഞങ്ങൾക്കിപ്പോൾ പറയാൻ ശരിയാവില്ല. ഓക്കെ, താങ്ക് യു. ഞങ്ങളിപ്പോൾ ഇരയോടൊപ്പമാണ്. ആ കുട്ടിയുടെ ആവശ്യമായ നടപടിയുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുക. ഓക്കെ. സസ്പെൻഷൻ പൊതുവിൽ അങ്ങനെയാണല്ലോ. ഇത് ഉറപ്പായി നടത്തും. പ്രാഥമിക അന്വേഷണത്തിൽ ഇത്തരത്തിലൊരു നടപടിയുമായി തന്നെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. 2-3 മണിക്കൂറിനുള്ളിൽ ആ അംഗത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. എന്നുവെച്ചാൽ ബാർ അസോസിയേഷന്റെ അംഗത്വം ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ബാർ അസോസിയേഷൻ പ്രതിനിധികൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.